എറണാകുളം കലൂരിൽ പെൺകുട്ടികളെ ആക്രമിച്ച കേസിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. ഒന്നാം പ്രതി അക്ബർ അലി ഒളിവിൽ തുടരുകയാണ്. അക്ബറിനെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 7 പേരെയാണ് ഇനി പിടികൂടാൻ ഉള്ളത്. അശ്ലീല ചുവയോടെ സംസാരിച്ചത് ചോദ്യം ചെയ്തതിനാണ് പെൺകുട്ടികളെ അക്രമി സംഘം ക്രൂരമായി മർദ്ദിച്ചത്. നിഷ ദിലീപാണ് കൊച്ചിയിൽ നിന്നും ചേർന്നത്. നിഷ, ഈ ഏതാണ്ട് 10-ലധികം ക്രിമിനലുകൾ ചേർന്ന് 2 പെൺകുട്ടികളെ നഗരത്തിലിട്ട് ചവിട്ടുകയാണ്. അത് നിലത്തിട്ട് ചവിട്ടുന്നു. അതിലൊരു പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കീറി മറ്റൊരു പെൺകുട്ടിയുടെ മുടിയിൽ പിടിച്ച് വലിച്ച് എടുക്കുകയാണ്, റോഡിലൂടെ ഇരയ്ക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ കേരളത്തിൽ സംഭവിച്ചിട്ട് ഈ 10ഓളം ക്രിമിനലുകൾ ഉണ്ടായിട്ട് അതിൽ 3 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാം പ്രതി അക്ബർ അലി ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾ എവിടെയാണെന്ന് പോലും പോലീസിന് അറിയാൻ കഴിയുന്നില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഗൗതം, ഈ ഒരു സംഭവം നടന്നിട്ട്, അതായത് ഈ പെൺകുട്ടികൾ അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ട് 24 മണിക്കൂർ പിന്നിടുന്നു. ഇതുവരെ പോലീസിന് ഇതിലെ മുഖ്യപ്രതിയായ അക്ബർ അലിയെ കണ്ടെത്താനായിട്ടില്ല. പോലീസ് പറയുന്നത് ഊർജിതമായി തന്നെ ഈ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഇവർ താമസിക്കുന്ന, അതായത് ഈ പ്രതികൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 3 പേരെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി 7 പേർക്കായുള്ള തിരച്ചിൽ നടക്കുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതിലെ മുഖ്യപ്രതി എന്ന് പറയുന്ന അക്ബർ അലി വിവിധ ക്രിമിനൽ കേസുകളിൽ, നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നുണ്ട്. ഇയാൾ ഈ അനാശാസ്യ കേന്ദ്രം നടത്തിയതിന് കുറച്ചുനാൾ മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അനാശാസ്യ കേന്ദ്രം നടത്തുക മാത്രമല്ല, ഈ പെൺകുട്ടികളെ പ്രണയം നടിച്ച് വലയിലാക്കിക്കൊണ്ട് മയക്കുമരുന്ന് നൽകി, ഇവർക്ക് ലഹരി വസ്തുക്കൾ നൽകി ഇവരെ അനാശാസ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്ന ഒരാളായിരുന്നു അക്ബർ അലി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാൾക്കായി അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഗൗതം പറഞ്ഞതുപോലെ ഈ അതിക്രൂരമായ ഒരു ആക്രമണം, ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. 24 മണിക്കൂർ പിന്നിട്ടിട്ടും പോലീസിന് ഈ പ്രതികളെ ഇതുവരെ കണ്ടെത്താനായില്ല. ക്രിമിനൽ സംഘാംഗങ്ങളും കൊട്ടേഷൻ സംഘാംഗങ്ങളും ലഹരി മാഫിയയുമായൊക്കെ ബന്ധമുള്ള ആളുകളാണ് ഈ 10 അംഗ സംഘത്തിലുള്ളത്. ഇതിൽ 2 സ്ത്രീകളടക്കമുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. ഈ പെൺകുട്ടികളെ അസഭ്യം പറയുകയും അശ്ലീല ആംഗ്യം കാണിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ 10 അംഗ സംഘത്തിലുണ്ടായിരുന്ന 2 സ്ത്രീകൾ ഈ കളിയാക്കാനായി കൂട്ടുനിന്നു, അല്ലെങ്കിൽ കൂടെ നിന്ന് കളിയാക്കി എന്നാണ് പെൺകുട്ടികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പോലീസ് ആവട്ടെ, ഇവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ആ സമയത്ത് പോലീസ് ചെന്നു, പോലീസിന് മൊഴി കൊടുത്തു. ആ സമയത്ത് പോലീസ് ചെയ്തത് ഇവർ വേഷവിധാനത്തെക്കുറിച്ചും ഒപ്പം തന്നെ ഈ സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങി എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ പെൺകുട്ടികളോട് പോലീസ് ചോദിച്ചത്. പോലീസിന്റെ ഭാഗത്തുനിന്നും അവർക്ക് അത്തരം ചോദ്യങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നു. എന്തായാലും 10 അംഗ ക്രിമിനൽ സംഘത്തിൽ 7 പേരെ ഇനിയും പിടികൂടാനുണ്ട് എന്നത് പോലീസിന് നേരെ വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കുന്നുണ്ട്. ഗൗതം, കലൂരിൽ ഇന്നലെയാണ് പെൺകുട്ടികളെ മർദ്ദിച്ചത്. ഈ ക്രിമിനൽ സംഘത്തിൽ 10-ലധികം പേരുണ്ടായിട്ടും കേവലം 3 പേരെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. ഒന്നാം പ്രതിയെ ഉൾപ്പെടെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ആക്രമണത്തിൽ 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ഒരു പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കീറുകയും മറ്റൊരു പെൺകുട്ടിയെ മുടിയിൽ പിടിച്ച് ഇഴച്ച് കൊണ്ടുപോകുകയും ഒക്കെ ചെയ്ത സംഭവമാണ്. പക്ഷേ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും കേസിന്റെ അന്വേഷണം മന്ദഗതിയിൽ നീങ്ങുകയാണ്. നിഷ ദിലീപാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർന്നത്.